morning, my children. Let us start our class. Now, we are going to learn one of the most important questions for 8th, 9th and 10th standards. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് നോട്ടീസാണ്. നോട്ടീസ് നിർബന്ധമായും 8ാം ക്ലാസ്സിലുണ്ട്, അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലുണ്ട്, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലുമുണ്ട്. അപ്പോൾ നോട്ടീസ് ഒരു ക്വസ്റ്റ്യൻ ഞാനിതാ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ദ ഫിലിം ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് a documentary film festival. Draft a notice inviting everyone to the festival. ഫെസ്റ്റിവലിൽ എല്ലാവരെയും ക്ഷണിച്ചു കൊണ്ടെഴുതുന്ന നോട്ടീസാണ്. ഇപ്പോൾ നോട്ടീസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിനില്ല, 9ാം ക്ലാസ്സിനില്ല, 8ാം ക്ലാസ്സിനില്ല. അപ്പോൾ അതുകൊണ്ട് നോട്ടീസിൻ്റെ മെത്തേഡ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ക്ലാസ് കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം. ഓക്കെ, വേറെയും ചില മെത്തേഡുകളുണ്ട്, എന്ത് വേണമെന്ന് നമുക്ക് സ്വീകരിക്കാം. ആവശ്യം നിങ്ങൾക്ക് ഉപയോഗകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ കാര്യത്തിലേക്ക് വരികയാണ്. ഇതിന് പരമാവധി കിട്ടുന്ന സ്കോർ 4, 5 or 6, ഒന്നുകിൽ 6 അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു 5 സ്കോറാണ് ലഭിക്കുക. അപ്പോൾ ഇതിൽ ആ ചോദ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ ഫിലിം ക്ലബ്ബാണ് ഇത് നടത്തുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഫിലിം ക്ലബ്ബാണ്. അതുപോലെ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡോക്യുമെൻ്ററി ഫിലിമാണ് ഉദ്ദേശിക്കുന്നത്, ഫെസ്റ്റിവലാണ്. ഡ്രാഫ്റ്റ് എ നോട്ടീസ് ഫോർ ഇറ്റ്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് നോട്ടീസ്? നോട്ടീസ് എന്നാൽ എന്താണ്? അപ്പോൾ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഭാവി കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചുള്ള മുൻകൂറായുള്ള അറിയിപ്പാണ് നോട്ടീസ്. എ നോട്ടീസ് ഈസ് ഇൻഫർമേഷൻ given in advance about something that is going to happen in future. ധാരാളം പോയിന്റുകൾ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങൾ പറഞ്ഞ് സമയം പാഴാക്കുന്നില്ല. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? നിങ്ങളൊന്ന് ബുക്കിൽ അടയാളപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. ഞാനിത് റൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അപ്പോൾ നോട്ടീസ് ഉദാഹരണമായി നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന പേപ്പർ ഇതാണ് എന്ന് കരുതുക. പരീക്ഷ എഴുതാൻ പോകുന്ന പേപ്പർ. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന പേപ്പർ നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ അത് മാർജിൻ എന്ത് ചെയ്യുന്നു? മാർജിൻ വന്നിട്ടുണ്ട്. അപ്പോൾ മാർജിൻ എന്ത് ചെയ്യുന്നു? മാർജിൻ വന്നിട്ട് ഇത് ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ 21 അടയാളപ്പെടുത്തി ഒരു സാങ്കല്പികമായ നമ്പർ ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നോട്ടീസ് എഴുതുന്ന ആദ്യം എന്ത് ചെയ്യുന്നു? മധ്യഭാഗത്ത്, നോട്ടീസിൻ്റെ മധ്യഭാഗത്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? പേപ്പറിൻ്റെ മധ്യഭാഗത്ത് നോട്ടീസ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതുന്നു. നോട്ടീസ് എന്ന് വലിയ അക്ഷരത്തിൽ നമ്മൾ എഴുതുന്നു എന്നുള്ളതാണ്. നോട്ടീസിന് താഴ്ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലബിൻ്റെ പേര് എഴുതുക. ക്ലബിൻ്റെ പേര് നമ്മൾ അതിനുണ്ട് ഫിലിം ക്ലബ് എന്നാണ്. അതും വലിയ അക്ഷരത്തിൽ എഴുതാനായിട്ട് എഴുതുക. ഫിലിം ക്ലബ് എന്ന് എഴുതുന്നു. ഫിലിം ക്ലബ് എന്ന് എഴുതിയതിന് ശേഷം നമ്മുടെ സ്കൂളിൻ്റെ പേരാണ് വയ്ക്കുക. സ്കൂളിൻ്റെ പേര് വച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ടൈറ്റിൽ എന്ത് ചെയ്യുന്നു? ടൈറ്റിൽ എഴുതുന്നു. പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടി ഇതിനെ വലുതാക്കിയിട്ട് എഴുതുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുക. എന്താണ്? ആദ്യം നമ്മൾ നോട്ടീസ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതുന്നു. നോട്ടീസ് വലിയ അക്ഷരത്തിൽ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലബിന്റെ പേര് എഴുതുന്നു. നമ്മൾ എഴുതിയല്ലോ ഫിലിം എന്താണ്? ഫിലിം ക്ലബ്. എന്താ എഴുതുന്നത്? നീറ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഫിലിം ക്ലബ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കറപ്പിക്കുകയും വേണം. അപ്പോൾ ഫിലിം ക്ലബ് എന്ന് എഴുതി കഴിഞ്ഞു. എന്നിട്ട് സ്കൂളിൻ്റെ പേര് 3x. സ്കൂളിൻ്റെ പേര് വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? 3x സ്കൂൾ.
3x സ്കൂൾ എന്ന് വെച്ചു. അടുത്ത് എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ അനുയോജ്യമായ ടൈറ്റിൽ കൊടുക്കണം, അനുയോജ്യമായ തലക്കെട്ട് കൊടുക്കുന്നു. ഇതാണ് ആദ്യത്തെ മോഡൽ. നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ആധികാരികമായി ഇറക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പൂളുണ്ട്. ആ ക്വസ്റ്റ്യൻ പൂളിൻ്റെ മോഡൽ ഇതാ, നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പൂളിൻ്റെ മോഡൽ അനുസരിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട്. നോട്ടീസ്, ഇംഗ്ലീഷ് ക്ലബ്ബ്, ഗവൺമെൻറ് HSS എന്നിട്ട് സ്കൂളിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് സ്ഥലവും വച്ചിട്ടുണ്ട്. ബാക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് താഴെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ നമ്മൾ നോട്ടീസ് എഴുതാമെന്നുള്ളതാണ് നമ്മൾ ഇത് പറഞ്ഞത്. ഇവിടെ എഴുതുന്നതാണ് ഫിലിം ക്ലബ്ബ്, അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി ഫിലിം. അത് ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവലാണ്. ഇതാ നമ്മളെ കഴിഞ്ഞിടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുന്നതാണ് ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവലാണ്. നമുക്ക് എങ്ങനെ എഴുതി തുടങ്ങാം എന്നതിന്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് പറയുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ടീസ് എന്ന മോൾ ഭാഗത്ത് എഴുതുന്നു, അതിനുശേഷം ക്ലബിൻ്റെ പേര് എഴുതുന്നു, അതിനുശേഷം സ്കൂളിൻ്റെ പേര് എഴുതുന്നു, അതിനുശേഷം അനുയോജ്യമായ തലക്കെട്ട് അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ ബോൾഡിങ് ആക്കേണ്ടതാണ്, കറപ്പിക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ നമ്മൾ കറപ്പിച്ച് എഴുതേണ്ടതാണ്. ഞാനിത് മാറ്റിയാണ്, അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർജിൻ എന്താണ്, മാർജിൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആദ്യം മാർജിൻ കൊടുക്കുന്നു. മാർജിൻ കൊടുത്തതിന് ശേഷം അനുയോജ്യമായ സല്യൂട്ടേഷൻ കൊടുക്കുന്നു. എന്താണ്, ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ കൊടുത്തിരുന്നു. അടുത്ത നമ്മൾ എഴുതുന്ന ലൈൻ, ആദ്യ ലൈൻ അല്പഭാഗത്തോട്ട് വലിച്ചെഴുതുക. നോക്കുക, ഇറ്റ് ഹാസ് ബീൻ decided to conduct. ഈ രണ്ടാമത്തെ വരി മാർജിനോട് ചേർന്ന് വരിക. കണ്ടക്ട് എ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടക്ട് എ ഡോക്യുമെൻ്ററി. എന്താണ്, ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ. ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ under the auspices auspices of the film club of our school. നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇറ്റ് ഹാസ് ഇപ്രകാരം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോൾഡിംഗ് ആക്കി എഴുതിയിട്ട് ഒന്നാണ്. ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ അണ്ടർ ദ ഓസ്പീസസ്, ആഭിമുഖ്യത്തിൽ. ഓസ്പീസസ് മീൻസ് ആഭിമുഖ്യത്തിൽ നമ്മുടെ സ്കൂളിലെ ഫിലിം ക്ലബിൻ്റെ, അത് കറപ്പിക്കുന്നത് ബോൾഡ് ചെയ്യേണ്ടത് കറപ്പിക്കേണ്ടത് ഈ ഫിലിം ക്ലബ്ബ് മുഴുവൻ കറപ്പിക്കും, ഇത് മുഴുവൻ കറപ്പിക്കും, ഇത് മുഴുവൻ കറപ്പിക്കും. അപ്പോൾ ടോപ്പിക് മുഴുവൻ കറപ്പിക്കും. അപ്പോൾ വേറൊന്ന് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഇത് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് മാത്രമല്ല, ടൈറ്റിൽ എഴുതുക. നോക്കിയേ, എന്താണ്, ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ. അതാണ് നമ്മൾ മുകളിൽ എഴുതുന്ന ടൈറ്റിൽ, ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എന്താ നോക്കുക, വേറൊന്ന് വന്നിരിക്കും. ഉദാഹരണമായിട്ട് സെമിനാർ ഓൺ ചൈൽഡ് ലേബർ. അപ്പോൾ നമ്മൾ ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ചൈൽഡ് ലേബർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ മാറ്റി വെച്ചാൽ മതി. It has been decided to conduct a seminar on child labor under the auspices of the nature club. ഈ ക്ലബിന്റെ പേര് the nature club of our school. അപ്പോൾ ഒരു സെന്റൻസ് ആയി എഴുതാനായിട്ട് ഈ സെന്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഈ സെന്റൻസിനെ ചേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് കഴിയുന്നതാണ്.
മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത സെന്റൻസിലേക്ക് കിടക്കുകയാണ്. അടുത്ത സെന്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആള് ഒരു പക്ഷേ നമ്മളെ ക്ഷണിക്കേണ്ടി വരും. അപ്പോൾ എന്താണ്, ഒരു പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം, ഇല്ലെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് ഒരാളെ നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ നമ്മൾ പുരുഷനാണ് എങ്കിൽ എന്താണ്, മേനാണെങ്കിൽ ശ്രീ നോക്കുക, ഡോക്യുമെൻ്ററി ഫിലിം എന്താണ്, ഒരാൾ എന്താണ്, നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ നടന്നൊക്കെ നോക്കുക, മോഹൻലാൽ, ശ്രീ മോഹൻലാൽ. അപ്പോൾ ഈ പേര് നമ്മൾ എന്ത് ചെയ്യുന്നു, ആരെയാണോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പേര് ആദ്യം ശ്രീ മോഹൻലാൽ. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോൾഡിംഗ് ആക്കി ഈ പേര് കറപ്പിച്ച് ശ്രീ മോഹൻലാൽ, കോമ ഇട്ടതിന് ശേഷം ആരാണ് എന്നെഴുതണം. ദ ഫേമസ് എന്താണ്, മലയാളം എന്താണ്, ഫിലിം സ്റ്റാർ. നോക്കുക, ഇത് നമ്മൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക. ആദ്യം വരുന്നത് ശ്രീ മോഹൻലാൽ, ദ ഫേമസ് മലയാള ഫിലിം സ്റ്റാർ വിൽ ഇനാഗുറേറ്റ്. എന്താണ്, വിൽ ഇനാഗുറേറ്റ്, INAUGURATE. ഇനാഗുറേറ്റ് സ്പെല്ലിംഗ് എഴുതുമ്പോൾ സ്വാഭാവികമായും ഒരു യുവിനെ ഒഴിവാക്കാറുണ്ട്. ജി എന്ന് പറയുന്ന അക്ഷരത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇതുണ്ട്, യു എന്ന് പറയുന്ന എന്താണ് അക്ഷരമുണ്ട്. അപ്പോൾ ശ്രീ മോഹൻലാൽ, ദ ഫേമസ് മലയാളം ഫിലിം സ്റ്റാർ വിൽ ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ will inaugurate the function at 3 PM. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ at 3 PM. ഇനി മുകളിൽ മാറ്റിയാണ് 3 PM കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഓൺ 20th Monday, March 2021 in the school auditorium. നമ്മൾ നോക്കുക, അപ്പോൾ ഇതിൽ വയ്ക്കുന്ന ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഭാവി കാലത്ത് നടക്കുന്ന സംഭവമാണല്ലോ നോട്ടീസിൽ വരിക. ഭാവി കാലത്ത് വരുന്ന ഡേറ്റുകൾ മാത്രമേ വയ്ക്കാവൂ. നോക്കുക, ശ്രീ മോഹൻലാൽ, ദ ഫേമസ് മലയാള ഫിലിം സ്റ്റാർ വിൽ ഇനാഗുറേറ്റ് ദ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അറ്റന്ന പ്രിപ്പോസ് ഉപയോഗിക്കുന്നു, എന്നിട്ട് ടൈം എഴുതുന്നു. നമുക്ക് അനുയോജ്യമായ ടൈം നമുക്ക് എഴുതാം, ഏത് സമയം വേണമെങ്കിലും മാറ്റിവെക്കാം. അത് കഴിഞ്ഞാൽ ഉടനെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിന് ഓണാണ്. അപ്പോൾ ഡേറ്റിൻ്റെ മുന്നിൽ എന്താണ് ദിവസത്തിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്ത് ഓൺ കൊടുത്തു. ഓൺ 20th Monday പറഞ്ഞു, March 2. ഈ പാറ്റേണിൽ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം എവിടെ നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് മാറ്റി എഴുതാം. ഉദാഹരണമായിട്ട് നോക്കുക, ശ്രീമതി എന്താണ്, എന്താണ് MR ശ്രീമതി. സുഗതകുമാരി, ദ ഫേമസ് മലയാളം പോയറ്റസ് will inaugurate the function at 4 PM on 10th Wednesday, January 2021 in the school auditorium. നമ്മൾ ഇതെന്ത് ചെയ്യുന്നു, മാറ്റി എഴുതാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ അടുത്ത സെന്റൻസിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സെന്റൻസ് എന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഇൻഡു ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ എഴുതാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. എഴുതിയില്ല എങ്കിൽ നമ്മൾ അവസാനം എന്ത് ചെയ്യുന്നു, നോക്കുക, ഇറ്റ് would be a delightful experience. ഇത് സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും. It would be a delightful experience to those who haven't
participated to it before. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പങ്കെടുക്കുക. അവർക്ക് സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും. ഇത് നമുക്ക് എപ്പോഴും എഴുതാൻ കഴിയുന്ന സെന്റൻസ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. It would be a delightful experience to those who haven't participated to it before. തീർന്നില്ല. അപ്പോൾ അവിടെ നോട്ടീസിന്റെ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. അപ്പോൾ വേറെ നോട്ടീസ് വന്നാൽ നമ്മൾ എഴുതി നോക്കിയാൽ മനസ്സിലാവും. ഇനി നമ്മൾ ഇതിന്റെ മധ്യഭാഗത്ത് ആൾ ആർ കോർഡിയലി വെൽക്കം. ഇതാണ് നമ്മൾ ആളോ മധ്യഭാഗത്താണ് ആൾ ആർ കോർഡിയൽ ഹാർദവുമായി ആൾ ആർ കോർഡിയലി എന്താണ് ഇൻവൈറ്റഡ്. ഞാനിപ്പോൾ മധ്യഭാഗത്ത് ആൾ ആർ കോർഡിയലി ഇൻവൈറ്റ്, ഏവർക്കും ഹാർദവുമായ സ്വാഗതം. ആൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ്, ആൾ ആർ കോർഡിയലി ഇൻവൈറ്റ്. ഇനി ഇതാ ഇവിടെ നമ്മൾ വയ്ക്കുന്നു എന്താണ് ദ സെക്രട്ടറി എന്താണ് ദ സെക്രട്ടറി. അപ്പോൾ SD9. പിന്നെ ഇവിടെ വന്നിട്ട് പ്ലേസ് കോമ ഡാറ്റ് ഫുൾ സ്റ്റാഫ് ആണ്. പിന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പൂളിൽ തികച്ചും മാറി കൊടുത്തിട്ടുണ്ട്. ഈ മോഡലിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇതാ പറയുന്നുണ്ട് ചെയ്യുന്നു ISD പേരെഴുതിയിട്ട് സ്ഥലവും എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബോട്ടം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു നോട്ടീസിന്റെ ഭാഗികമായ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നു ഇത് എഴുതിയിൽ എന്താണ് ഇത് മധ്യഭാഗത്ത് വരേണ്ടതുണ്ട്. നമുക്ക് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു, ഒന്നുകൂടി ഞാൻ പറയാണ്, ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഫിലിം ഫെസ്റ്റിവൽ. എന്താണ് ഇത് പറഞ്ഞത് അങ്ങനെയാണ്. ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു conduct a documentary film festival under the auspices of the film club of our school. Okay. Then Sri Mohanlal, the famous Malayalam film star, will inaugurate the function at 3 p.m. on 20th Monday, March 2021 in the school auditorium. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് മനസ്സിലായി കാണും. വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി ചേർക്കാം. ഇത് കമ്പൽസറിയാണ്. ഇതെല്ലാം എന്താണ് നമുക്ക് നോട്ടീസിന് അവസാനമായി എഴുതുന്ന ഒരു സെന്റൻസ് ആണ്. ഇറ്റ് വുഡ് ബി എ ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് ടു ദോസ് ഹു ഹാവന്റ് പാർട്ടിസിപ്പേറ്റഡ് ടു ഇറ്റ് ബിഫോർ. ദെൻ മധ്യഭാഗത്ത് ആൾ ആർ കോർഡിയലി വെൽക്കം അല്ലെങ്കിൽ ആൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ്. ദെൻ ദ സെക്രട്ടറി അല്ലെങ്കിൽ ദ കൺവീനർ കോമ SD9 പ്ലേസ് ദാറ്റ്. ദെൻ ഇനി അടുത്ത ഭാഗത്തേക്ക് ഞാൻ കിടക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് പ്രോഗ്രാം ചാപ്റ്ററാണ്. അപ്പോൾ നേരെ താഴ്ഭാഗത്തേക്ക് പ്രോഗ്രാം ചാപ്റ്റർ വരുന്നു. പ്രോഗ്രാം എഴുതുന്നു. പ്രോഗ്രാം എഴുതി ആദ്യം എന്ത് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. നമ്മൾ പ്രോഗ്രാം എഴുതുന്നു. പ്രോഗ്രാമിന് ശേഷം എന്ത് ചെയ്യുന്നു, ഡേറ്റ് വയ്ക്കുന്നു. ഡേറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കുക, ഡേറ്റ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. എന്താണ് 20/3/2021. അടുത്ത ടൈമാണ് വയ്ക്കുക. ടൈം വന്നിട്ട് 3 PM പറഞ്ഞിട്ടുണ്ട്. അടുത്ത പ്ലേസ് DTP മറക്കാതിരിക്കാൻ വഴി എന്താ, DTP ഡാറ്റ് ടൈം പ്ലേസ്. പ്ലേസിന് നമ്മൾ ഉപയോഗിക്കുക, പ്ലേസ് എന്ന് തന്നെ എഴുതുക. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. അത് പ്രോഗ്രാമിന് നേരെ താഴെയാണ് വരേണ്ടത്. പ്രോഗ്രാം എന്താണ്, ഡേറ്റ് പ്ലേസ് മറക്കാതിരിക്കാൻ എന്താ വഴി, വെന്യൂ എന്ന് വെച്ചാൽ സ്ഥലമാണ്. DTP ഡാറ്റ് ടൈം പ്ലേസ്. പ്ലേസ് നമ്മൾ എഴുതുക വെന്യൂ എന്നുള്ളതാണ്. ഇനി ഇപ്പുറത്ത് വരുന്നു എന്താണ്, ആദ്യം നമ്മൾ എഴുതുന്നു പ്രയർ. ഇവിടെ വന്നിട്ട് പ്രയർ ആരെങ്കിലും ഒരാളുടെ പേര്. പ്രയർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, വെൽക്കം ഒരാളിൻ്റെ പേര്. അടുത്ത പ്രസിഡൻഷ്യൽ
പ്രസിഡൻഷ്യൽ അഡ്രസ്, അധ്യക്ഷ പ്രസംഗമാണ് ഒരാളിന്റെ പേര് വയ്ക്കുന്നത്. പ്രസിഡൻഷ്യൽ അഡ്രസ് ഒരാളിന്റെ പേര് വയ്ക്കുന്നു. അടുത്ത മാറ്റിയാണ് ഞാനിത് എന്ത് ചെയ്യുന്നു, പ്രസിഡൻഷ്യൽ അഡ്രസ് വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനാഗുറേഷൻ എന്ന് പറയുന്നു. ഇനാഗുറേഷൻ വന്നിട്ട് മുകളിൽ നമ്മൾ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ശ്രീ മോഹൻലാൽ കോമ ഇട്ടിട്ട് ദ ഫേമസ് മലയാളം ഫിലിം സ്റ്റാർ. ശ്രീ മോഹൻലാൽ എന്താണ്, ദ ഫേമസ് മലയാളം ഫിലിം സ്റ്റാർ. അടുത്ത് നമ്മളിവിടെ എഴുതുന്നു ഫെലിസിറ്റേഷൻ. ആശംസാ പ്രസംഗങ്ങൾക്ക് ആശംസ അർപ്പിക്കുന്ന ആൾക്കാർ അറിയപ്പെടുന്ന പേരാണ് ഫെലിസിറ്റേഷൻ. ഒരാളാണെങ്കിൽ ഫെലിസിറ്റേഷൻ, ഒരാൾക്കുണ്ടെങ്കിൽ ഫെലിസിറ്റേഷൻസ്. FELICITATION ഫെലിസിറ്റേഷൻ അല്ലെങ്കിൽ കീ നോട്ട് ഓഫ് അഡ്രസ്. ഇതാ നോക്കുക, മിസ് രാധ, ഞാൻ വെറുതെ എഴുതിയാണ്, രാധ ആരാണ്, വാർഡ് മെമ്പർ. അടുത്ത് വന്നിട്ട് നമ്മൾ താഴ്ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, താഴ്ഭാഗത്ത് വന്നിട്ടു, താഴ്ഭാഗത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഫെലിസിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അടുത്ത ആള് ഇങ്ങനെ പേര് വയ്ക്കുന്നു. അടുത്ത് വോട്ടോ താങ്ക്സ്. എന്താണ് വോട്ടോ താങ്ക്സ്? സാധാരണ മിക്കവാറും സെക്രട്ടറിയാണ് പറയാറുള്ളത്. എന്താണ്, മിസ്റ്റർ രാജു, ദ സെക്രട്ടറി ഓഫ് ദ ക്ലബ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നുണ്ട്, അപ്പോൾ ഫിലിം ഫെസ്റ്റിവലാണ് പറയുന്നത്. ഫിലിം ഫെസ്റ്റിവൽ പറയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ്, ഡോക്യുമെന്ററി ഫിലിം വിൽ ബി സ്ക്രീൻഡ്. ഡോക്യുമെന്ററി ഫിലിം വിൽ ബി സ്ക്രീൻഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, എന്താണ്, എന്നിട്ട് താഴെ നമ്മൾ എന്താ വയ്ക്കുക, അടുത്ത് എന്ത് ചെയ്യുന്നു, നാഷണൽ ആന്തം, ദേശീയ ഗാനം. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ മൊത്തം വരച്ച് ഒരു ബോക്സിനകത്താക്കുമ്പോഴേക്കും നോട്ടീസിന്റെ മോഡലായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനെ മൊത്തം വരച്ച് നോട്ടീസിന്റെ അല്ലെങ്കിൽ ഒരു ബോക്സിൽ, അതായത് പുട്ട് ദ ഹോൾ തിങ് വിത്തിൻ എ ബോക്സ്. ഇതിനെന്ത് ചെയ്യുന്നു, മൊത്തം ഒരു ബോക്സ് ആക്കുമ്പോഴേക്കും നോട്ടീസിന്റെ ചെറിയൊരു മോഡൽ ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് വേണമെങ്കിൽ മാറ്റം വരുത്താം. നേരാമണ്ണം എഴുതി പഠിക്കുക. കമ്പൽസറി ഉള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച്.